ഇന്ന് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം സന്ദർശിച്ചത് എനിക്ക് വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു. രാവിലെ 8 മണിക്ക് മുമ്പാണ് ക്ഷേത്രത്തിലെത്താൻ ഏറ്റവും അനുയോജ്യമായ സമയം. ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ ഇടതുവശത്ത് വാഹനം പാർക്ക് ചെയ്യാം. അവിടെ ക്ഷേത്രക്കുളത്തിന് മുന്നിൽ നീണ്ടതും വിശാലവുമായ ഒരു പാർക്കിംഗ് സ്ഥലമുണ്ട്. പാർക്ക് ചെയ്ത ശേഷം പ്രവേശന കമാനത്തിൽ പോയി ഗണേശ ആരാധനാലയത്തിൽ പ്രാർത്ഥിക്കുക. പ്രവേശന കമാനത്തിനടുത്തായി ദേവസ്വം ബോർഡിന്റെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അതിനുശേഷം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് പോകുക. അവിടെ നിങ്ങൾക്ക് ധാരാളം ഫാൻസി പൂജാ സ്റ്റാളുകൾ കാണാൻ കഴിയും. നിങ്ങൾ ആദ്യത്തെ ആരാധനാലയമായ കിഴക്കേക്കാവിലെത്തുന്നു. അവിടെ നിങ്ങൾക്ക് ധാരാളം വിഗ്രഹങ്ങൾ കാണാം. പക്ഷേ ഒരു പൂജാരി പറയുന്നതനുസരിച്ച് പരമ്പരാഗത പൂജകളോ താന്ത്രിക മന്ത്രങ്ങളോ അനുസരിച്ചല്ല വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. കിഴക്കേക്കാവും പടിഞ്ഞാറേക്കാവും സർവ്വവ്യാപിയായ ശിവന്റെ സാന്നിധ്യം കൂടുതലുള്ള പുണ്യസ്ഥലങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ശിവൻ അവിടെ വസിക്കുന്നത് ഒരു നിർമ്മിത ക്ഷേത്രത്തിലോ ഒരു വിഗ്രഹത്തിലോ ഒരു രൂപത്തിലോ അല്ല. സമാനമായ പ്രാധാന്യവും ആരാധനാരീതികളും വഴിപാടുകളും പടിഞ്ഞാറേക്കാവിലുമുണ്ട്. പ്രദക്ഷിണത്തിന് ശേഷം നാഗദേവന്മാരുടെ ആരാധനാലയമായ ഉണ്ടിക്കാവിലേക്ക് മുന്നോട്ട് നടക്കുക. കാവിനുള്ളിൽ പ്രവേശിക്കുക, പ്രാർത്ഥിക്കുക, അവിടെ അല്പം വിശ്രമിക്കുക. അവിടെയുള്ള പോസിറ്റീവും ദിവ്യവുമായ അന്തരീക്ഷം അനുഭവിക്കുക. ഏകദേശം രാവിലെ പകൽ 11 മണിക്ക് നിങ്ങൾക്ക് അന്നദാന കേന്ദ്രത്തിലേക്ക് പോകാം. അവിടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും കഞ്ഞിയും മുതിരയും ലഭിക്കും. അല്ലെങ്കിൽ പ്രത്യേക അവസരങ്ങളിൽ സദ്യയും അതുപോലെ മുഴുവൻ വൃശ്ചിക മാസത്തിലും ലഭിക്കും. ഒടുവിൽ വളരെയധികം ആത്മീയ ആനന്ദത്തോടും സംതൃപ്തിയോടും കൂടി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി.